Hey, hello. ഇന്ന് നമ്മുടെ 7th ഡേ സ്കിൻ കെയർ ചലഞ്ചിലെ 6th ഡേ ആണ്. പക്ഷെ എനിക്ക് എന്തോ ഒരു ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് കേട്ടോ. എൻ്റെ സൗണ്ട് കുറച്ച് അടഞ്ഞ പോലെയില്ലേ, വയ്യ. പിന്നെ മുഖക്കാകെ ബൾബ് പോലത്തെ ഇരിക്കുന്നുണ്ടോ, ഉറങ്ങിയിട്ടില്ല, വയ്യ അതൊക്കെ ആയിട്ട്. പക്ഷെ നമ്മുടെ 7 ഡേ സ്കിൻ കെയർ ചലഞ്ച് നമ്മൾ ഫുള്ളാക്കണമല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ചെയ്യണത്. പിന്നെ എൻ്റെ അവിടെ ഒരു പിമ്പിൾ വന്ന് പീരീഡ്സ് ആവാറാകുമ്പോൾ ഇങ്ങനെ വരാറുള്ള എന്നെപ്പോലെ ഇതേപോലെ പിമ്പിൾസ് വരാറുള്ള ആരെങ്കിലും ഉണ്ടോ? അപ്പോൾ പീരീഡ്സ് ഡേറ്റ് അടുക്കുമ്പോൾ എനിക്ക് 1, 2, 3 ഇങ്ങനെ ആയിട്ട് പിമ്പിൾസ് വരും. മറ്റേ വൈറ്റ് കളറില്ലേ, അങ്ങനെ ഫാറ്റിൻ്റെ പിമ്പിൾസ് ആയിട്ട് അങ്ങനെ വരാം. പക്ഷെ കുത്തിപ്പൊട്ടിക്കും, എനിക്കതൊരു സാറ്റിസ്ഫാക്ഷനാണ്. അപ്പോൾ നമ്മുടെ 6 ഡേ സ്കിൻ കെയർ 7 ഡേ സ്കിൻ കെയർ ചലഞ്ചിൽ 6th ഡേയിൽ നമ്മളിന്ന് ചെയ്യാൻ പോണത്, എനിക്ക് പുറത്തുനിന്ന് വീഡിയോ ചെയ്യുന്നതുകൊണ്ടാണോന്ന് അറിയില്ല, നേരെ ക്യാമറയ്ക്ക് നോക്കാൻ പറ്റില്ല. ഞാൻ അവിടെ ഇവിടെയൊക്കെ നോക്കിയിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ 6th ഡേയിൽ നമുക്ക് മുൾത്താനിമുട്ടിയും ക്യാരറ്റ് ജ്യൂസും വെച്ചാണ് ഇന്നത്തെ പാക്ക് തയ്യാറാക്കണം. നമ്മൾ മുൾത്താനിമുട്ടി എനിക്ക് കുറച്ചുകൂടി ഇഷ്ടമായതുകൊണ്ടാണ് കേട്ടോ. എൻ്റെ സ്കിന്നിന് ഭയങ്കര സ്യൂട്ടായിട്ടുള്ളതായിട്ട് തോന്നി. നിങ്ങളുടെ സ്കിന്നിന് ചേരുന്നുണ്ടെങ്കിൽ മാത്രം മുൾത്താനിമുട്ടി യൂസ് ചെയ്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ റൈസ് പൗഡറോ അല്ലെങ്കിൽ മറ്റേ നമ്മുടെ ഗോതമ്പ് പൊടിയോ ചെറുപയർ പൊടിയോ പിന്നെന്താ പൊടികളുള്ളത്, അങ്ങനെയുള്ള പൊടികളിലെല്ലാം ക്യാരറ്റ് ജ്യൂസ് മിക്സ് ചെയ്തിട്ട് കഴിച്ചാൽ നല്ല റിസൾട്ടാണ്. എനിക്ക് കുറച്ചുകൂടി മുൾത്താനിമുട്ടിയാണ് നല്ലതെന്ന് തോന്നി. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പം ഞാനിതാ സാധന സാമഗ്രികളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. പിന്നെ ഫസ്റ്റ് തന്നെ ഇത് ഇന്നലെ അടിച്ചു വെച്ച ക്യാരറ്റ് ജ്യൂസാണ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞിട്ട്. എനിക്കറിയുന്നു ഈ ഒരു ദിവസത്തേക്ക് ഇത് തന്നെ ഞാൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാൻ ക്യാരറ്റ് ജ്യൂസ് ഇതിലേക്ക് ഇട്ടു. ഇനി ഞാൻ എപ്പോഴും, നിങ്ങൾ എൻ്റെ വീഡിയോസ് കണ്ടിട്ടുണ്ടോ, ഞാൻ എപ്പോഴും ബെഞ്ചാറസിൻ്റെ മുൾത്താനിമുട്ടി തന്നെയാണ് യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് അതോടെ ഇതിലിടാം കേട്ടോ. ഇനി ഞാൻ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ കുറച്ച് ഗ്ലിസറിനൊക്കെ ചേർക്കാം, അത് നല്ലതാണ്. ഞാൻ പക്ഷെ ഇത് മാത്രമാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത് കേട്ടോ. എന്നിട്ട് ഞാൻ നല്ലോണം അത് മിക്സ് ആക്കുന്നുണ്ട്. ക്യാരറ്റ് ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ട് ഒടുക്കത്തെ തണവ്. കറണ്ട് പോയി, അതാണ് ഞാൻ റൂമിൽ വെച്ച് ചെയ്യാത്തത്. അതൊരു കണക്കിന് നന്നായി. എന്നും അമ്മയുടെ നാട്ട് കേൾക്കാൻ വയ്യ. ഇതൊരു ലെയർ അപ്ലൈ ചെയ്താൽ മതി കേട്ടോ. കാരണം മുൾത്താനിമുട്ടി ഞാൻ ആഡ് ചെയ്തുകൊണ്ട് കുറച്ച് ഡ്രൈനെസ് ഉണ്ടാവും. നാളത്തോടും കഴിഞ്ഞ് നമ്മുടെ സ്കിൻ കെയർ റൂട്ടീൻ കഴിയാമല്ലേ. അതായത് ഞാനിനി എന്ത് ടൈപ്പ് ഓഫ് വീഡിയോസ് ഇടണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ടോളൂ. അപ്പോൾ നിങ്ങളുടെ സജഷൻസ് പോലെ എനിക്ക് 2-3 വീഡിയോസ് ചെയ്യാണ്ട്, 2 കുട്ടികൾ ഇങ്ങനെ പറഞ്ഞിട്ട് പ്രൈവറ്റ് ഏരിയാസ്, ഇറിറ്റേഷൻ, ഡാർക്ക്നെസ് ഒക്കെ ഇല്ലേ, അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്യാനിങ്ങനെ വിചാരിച്ചിരിക്കുന്നുണ്ട്. അത് ചെയ്യണം. പിന്നെ ലിപ് കെയർ വീഡിയോ ഇട്ടുണ്ടായിരുന്നു. പിന്നെ മറ്റേ പാക്ക് ഷോർട്ട്സ് ഇട്ടുണ്ടായിരുന്നു, ഞാൻ വീട്ടിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അത് നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്താണ്. അത് കാണാത്തതുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി നോക്കും കേട്ടോ. നമ്മുടെ ബാക്ക് നെക്കിലും കൂടെ ഇടാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഒരുപാട് പേർക്ക് ഇവിടെയൊക്കെ നല്ല കളറുണ്ടാവും, പക്ഷെ കഴുത്തിൻ്റെ ബാക്കിൽ ഭയങ്കരമായിട്ട് ഡാർക്ക്നെസ് ഉണ്ടാവും. അപ്പോൾ അത് പോകാനായിട്ട് നമ്മൾ ഏതൊരു പാക്ക് യൂസ് ചെയ്യുമ്പോഴും നമ്മുടെ കഴുത്തിൻ്റെ ബാക്കിലും കൂടെ അത് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഞാനിത് യൂസ് ചെയ്യണില്ല, കാരണം മുടി ഇങ്ങനെ കെട്ടിക്കൊണ്ടൊക്കെ. അപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞ് തന്നെ നമുക്ക് സാധാരണ പോലെ തന്നെ വാഷ് ഓഫ് ചെയ്ത് കളയാം. ഇത് ഡ്രൈ ആവാൻ വെക്കാട്ടെ നമുക്ക്. അപ്പോൾ നമ്മുടെ ഇത് ഫേസ് പാക്ക് ഡ്രൈ ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഫേസ് വാഷ് ചെയ്തിട്ട് വരാം കേട്ടോ.
പിന്നെ മെയിനായിട്ട് ഈ ഫേസ് പാക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പോർസസ് ഒക്കെ ഇല്ലേ അതൊന്ന് ക്ലോസ് ആവാനൊക്കെ ആയിട്ടാണ് ഈ ഫേസ് പാക്ക് യൂസ് ചെയ്യുന്നത്. പിന്നെ നന്നായിട്ട് ഒന്ന് സ്കിൻ കുറച്ച് ബ്രൈറ്റ് ആയി പോലുണ്ട്. നമ്മുടെ ഈ 7 days നമ്മൾ ഉദ്ദേശിക്കുന്ന സ്കിൻ ബ്രൈറ്റിന് തന്നെ, കാരണം ടാൻ ഫുള്ളായിട്ട് റിമൂവ് ആവാനായിട്ടും സ്കിൻ നല്ല ബ്രൈറ്റ് ആവാനായിട്ടായിരുന്നു ഈ 7 days നമ്മുടെ സ്കിൻ കെയർ എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഓരോ പാക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും സ്കിൻ ബ്രൈറ്റനിങ് എന്തോരം ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. അപ്പോൾ ഇതിനുള്ള മുൻപത്തെ സ്റ്റെപ്സ് അല്ല ഇതിന് മുൻപത്തെ നമ്മൾ ഓരോ ഡേയ്സ് ഫോളോ ചെയ്തതിന് ശേഷം വേണം ഇത് ചെയ്യാനായിട്ട്. ഇത് ഒറ്റയ്ക്ക് ചെയ്തുകൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷെ നമ്മളൊരു 7 days സ്കിൻ കെയർ ചലഞ്ച് ആയതുകൊണ്ട് കറക്റ്റ് ഓർഡറിൽ അത് ചെയ്ത് വരാമെന്നുണ്ടെങ്കിലാണ് അതിനുള്ള അടിപൊളി റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ ടിപ്സിന് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, ബൈ.